ഹലോ ഹായ് ടെക് വേർഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മച്ചന്മാർക്കും സ്വാഗതം. മച്ചന്മാർ ഞാനിന്ന് വന്നേക്കുന്നത് നമ്മുടെ ഈ കിർലോസ്കറിൻ്റെ ഡിസ്പ്ലേ ഉണ്ട്, KG934 എന്ന് പറയുന്ന ഡിസ്പ്ലേ ആണ്. ഇതുണ്ട്, ഇത് കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്, ചൂടായിട്ടോ ഇത് കംപ്ലൈൻ്റ് ആയിട്ട് ഇപ്പോൾ ഡിസ്പ്ലേയിലൊന്നും കാണിക്കുന്നില്ല, ഓണാക്കിയാൽ തന്നെ ഒന്നും കാണിക്കത്തില്ല, ഒന്നും പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഈ ഡിസ്പ്ലേ മാറിയിട്ട് വേറൊരു RB എന്ന് പറഞ്ഞിട്ടൊരു കൺട്രോളർ വെച്ചിട്ട് നമ്മൾ വയർ ചെയ്യാൻ വേണ്ടി പോകണം, അത് റിവയർ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഈ കൺട്രോളർ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെ വെക്കുന്നതെന്ന് കാണിച്ചു തരാം, അതിൻ്റെ വയറിങ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്ത് വെച്ചാൽ മറക്കല്ലേ. അതുപോലെ വീഡിയോ വേണ്ടി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്തോളൂ കേട്ടോ. മച്ചന്മാരെ, എന്നിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. മച്ചന്മാരെ, അപ്പം ഇതായിരുന്നു നമ്മുടെ ആ കൺട്രോളർ നമ്മളിന്ന് അയച്ചെടുത്തേക്കുന്നത്. ഇത് മൊത്തം പോയിട്ടുണ്ട്. ഇതായിരുന്നു ആ കൺട്രോളർ. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇതാ നമ്മൾ പുതിയ RBൻ്റെ കൺട്രോളർ സെറ്റ് ചെയ്തേക്കുന്നത് ഇതാണ്. ഇതിൽ നമ്മൾ 4 ബോൾട്ട് കൊടുത്ത് സെപ്പറേറ്റ് ഒരു ഹാലജൻ ഷീറ്റൊക്കെ വെട്ടിയിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഇത് എങ്ങനെയാണെന്നുള്ളത്. ഇതാ സംഭവം, ഹാലജൻ ഷീറ്റ് ഇതിൻ്റെ ഭാഗത്തിന് വെട്ടി നമ്മൾ 4 ബോൾട്ട് ചെയ്തിട്ടാണ് ഇതിവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. നമ്മുടെ വയറിംഗ് ഒക്കെ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നമ്മൾ ഈ കൺട്രോളർ സെറ്റ് ചെയ്ത് വെച്ച് നമ്മൾ പാരാമീറ്റേഴ്സ് എല്ലാം സെറ്റ് ചെയ്ത് വയറിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം വയറിങ് എങ്ങനെയാണെന്ന് ഞാൻ നിൽക്കുന്നത് കാണിച്ചു തരാം. മച്ചാമാരെ, ഒന്നും അറിയാനില്ല. നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റിലേ നമ്മൾ പോസിറ്റീവ് പൾസ് വന്നിട്ടാണ് നമ്മുടെ കൺട്രോളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് നമുക്ക് ഈ കൺട്രോളർ, അതായത് ഈ RBൻ്റെ കൺട്രോളർ നോക്കുമ്പോഴും ഡിപ്സ് വെക്കുമ്പോഴും എന്താണെങ്കിൽ നെഗറ്റീവ് പൾസ് വന്നിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ റിലേൻ്റെ വയറിങ് നമ്മളൊന്ന് ഇൻ്റർചേഞ്ച് ചെയ്തോളാം. അപ്പം ആദ്യം ഒന്ന് പോസിറ്റീവ് പൾസ് ആയിരിക്കും വരുന്നത്, അതായത് ബാറ്ററീൻ്റെ പോസിറ്റീവ് ആയിരിക്കും നമുക്ക് ഈ റിലേയിൽ വന്നിട്ട്, അതായത് പൾസ് വന്നിട്ട്, അതായത് സ്റ്റാർട്ടിങ്ങിന് സ്റ്റോപ്പിങ്ങിൻ്റെ പൾസ് വന്നിട്ട് പോസിറ്റീവ് ആയിരിക്കും. ഇപ്പോൾ ഇത് നെഗറ്റീവ് പൾസ് വന്നിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ റിലേൻ്റെ വയർ പോസിറ്റീവ് ഉള്ളത് നെഗറ്റീവ് ആയി കൊടുത്തിട്ട് പൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും എനർജി ചെയ്ത് കൊടുക്കുക. ബാക്കി വയറിങ് കാര്യങ്ങളൊക്കെ കറക്റ്റാണ്, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ കൺട്രോളറിൻ്റെ ബേക്ക് വന്നിട്ടാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, മറ്റേതിനെല്ലാം സോക്കറ്റ് ടൈപ്പാണ് കണക്ടർ വരുന്നത്. ഇതിനെല്ലാം നമ്മൾ പിന്നൂരി നമ്മളത് ടൈറ്റ് ചെയ്യുന്നതാണ് വരുന്നത്. ഇത് മെയിൻ, അത് ജനറേറ്ററിൻ്റെ RYB, ഇത് CT, ഇത് ബാറ്ററി പോസിറ്റീവ് നെഗറ്റീവ്, സ്റ്റാർട്ടിംഗ് പൾസ്, ടോപ്പിംഗ് പൾസ്, ചാർജിങ്, പിന്നെ എമർജൻസി സ്റ്റോപ്പ്, സ്വിച്ച്, ഓട്ടോ സ്റ്റാർട്ട്, ടെമ്പറേച്ചർ സെൻസർ, ഫ്യൂവൽ സെൻസർ, അനലോഗ് സെൻസർ. ഇത്രയും വയറുകളാണ് നമുക്കിനകത്ത് കൊടുക്കേണ്ടത്. അതൊന്നുമില്ല, മറ്റേതിനകത്ത് കട്ട് ചെയ്ത് നമ്മൾ അളവും കാര്യങ്ങളൊക്കെ തിരിച്ചിട്ട് കറക്റ്റ് നോക്കിയിട്ട് ഈ പിന്നിൽ നമ്മൾ ജസ്റ്റ് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. പുതിയ സോക്കറ്റൊക്കെ അടിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. വേറൊന്നും അറിയാൻ വേണ്ടിയിട്ട് ഇല്ല, അത്രേ ഉള്ളൂ. അപ്പം ഇതിൻ്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഇത് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ അറിയണമെന്നേ ഉള്ളൂ. അത് നമുക്ക് ലോഗോ വെച്ചിട്ട് ഈസി ആയിട്ട് ചെയ്യാനും പറ്റും. മച്ചാന്മാരെ, അപ്പം ഇത്ര ഉള്ളായിരുന്നു നമ്മുടെ വീഡിയോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.